സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കഥയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്യുന്നു. കഥ ആരംഭിക്കാം. എന്റെ പേര് കിരൺ. എനിക്ക് 19 വയസ്സുണ്ട്. പഠിത്തത്തിൽ വളരെ മോശമായതുകൊണ്ട് തെന്നി ഞെരുങ്ങി 10ാം ക്ലാസ് വരെ എത്തിയ ഞാൻ അവിടെയും തോറ്റു. അങ്ങനെ ഈ പ്രായത്തിൽ ഞാൻ സെഷന് ഒരു ട്യൂട്ടോറിയൽ കോളേജിൽ ചേർന്നു. സ്റ്റുഡൻസ് അക്കാഡമി എന്നായിരുന്നു അതിന്റെ പേര്. അങ്ങനെയാണ് ക്ലാസ്സിൽ റീസെറ്റ് ടീച്ചർ പഠിപ്പിക്കാൻ വരുന്നത്. ടീച്ചറെ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. വെളുത്തു തുടുത്ത ആ ടീച്ചർക്ക് ഒരു 34 35 വയസ്സ് കാണും. ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിക്കുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിച്ചിരിക്കാൻ തുടങ്ങി ഞാൻ. ക്ലാസ്സിലല്ല, ടീച്ചറിനെ. അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ബോർഡിൽ എഴുതുമ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന ആ പിന്നഴക് കണ്ടാൽ എനിക്ക് എന്തൊക്കെയോ പോലെ തോന്നും. ബാക്കി കുട്ടികളും അതെല്ലാം നന്നായി ആസ്വദിക്കാറുണ്ട്. സൈഡ് വ്യൂവിൽ കൂടി ആ മുന്നഴകൊന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. റീസെറ്റ് ടീച്ചർ ഇതൊന്നും ശ്രദ്ധിക്കാതെ, ടീച്ചർക്ക് എല്ലാവരോടും നല്ല സ്നേഹമാണ്, പ്രത്യേകിച്ച് എന്നോട്. കാരണം മറ്റൊന്നുമല്ല, എന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയൊരു പുരുഷന്റെ ലക്ഷണമല്ലേ. ടീച്ചറിന്റെ ഭംഗി നോക്കിയിരിക്കുന്നത് ഞങ്ങൾ ലാസ്റ്റ് ബെഞ്ചുകാരുടെ ഒരു സ്ഥിരം വിനോദമായിരുന്നു. ക്ലാസ്സിൽ കസേരയിലിരിക്കുന്ന ടീച്ചറിന്റെ അടുത്ത് ചെന്ന് ഓരോ സംശയം വെറുതെ ചോദിച്ച് ടീച്ചറിന്റെ അടുത്ത് നിൽക്കുന്നത് ഒരു പ്രത്യേക ഹരമായിരുന്നു. അങ്ങനെ ഇരിക്കുകയായിരുന്നു ടീച്ചർ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തിയത്. ഓരോ ബെഞ്ചിലും ഓരോ കുട്ടികളെ മാത്രം ഇരുത്തി അവസാന ബെഞ്ചിൽ ഭിത്തിയോട് ചേർന്നാണ് ഞാനിരുന്നത്. ടെസ്റ്റ് തുടങ്ങി, എല്ലാവരും എഴുതാൻ തുടങ്ങി. ഞാനും എന്തൊക്കെയോ കുത്തിക്കുറിച്ചു വെച്ചു. അപ്പോഴാണ് ടീച്ചർ എന്റെ അടുത്തൂടെ നടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. ബെഞ്ചിന്റെ സൈഡും ഭിത്തിയും തമ്മിൽ ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാനുള്ള സ്ഥലമേ ഉള്ളൂ. ടീച്ചർ പുറംതിരിഞ്ഞ് നടക്കുമ്പോൾ ടീച്ചറിന്റെ പിൻഭാഗം ബെഞ്ചിൽ ഉരഞ്ഞാണ് പോകുന്നത്. എനിക്കൊരു ബുദ്ധി തോന്നി. ടീച്ചർ വന്നപ്പോൾ ഞാൻ ഒന്നും അറിയാത്തതുപോലെ ബെഞ്ചിന്റെ അറ്റത്തോട്ട് കയറിയിരുന്നു. ടീച്ചർ അടുത്ത് വന്നപ്പോൾ എന്റെ കൈ ടീച്ചറിന്റെ എവിടേക്കോ തട്ടി. പെട്ടെന്ന് ഞാൻ അറിയാത്ത ഭാവത്തിൽ കൈ വലിച്ചെടുത്തു. ടീച്ചർ എന്നെ തിരിഞ്ഞൊന്ന് നോക്കി. ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിലിരുന്നു. വീണ്ടും ടീച്ചർ ആ വഴി വന്നപ്പോൾ എന്റെ കയ്യിൽ തട്ടി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ടീച്ചർ അങ്ങനെ തന്നെ നിന്നു തന്നു. ഞാൻ കൈ പിൻവലിച്ചപ്പോൾ ടീച്ചർ അത് കണ്ടു. എന്നിട്ട് ടീച്ചർ എന്നെ രൂക്ഷമായി ഒന്ന് നോക്കി. ഞാൻ ആകെ പേടിച്ചുപോയി. പക്ഷേ ടീച്ചർ ഒന്നും മിണ്ടാതെ നടന്നങ്ങ് പോയി. പിന്നീട് ടീച്ചർ അതുവഴി വന്നപ്പോൾ ഞാൻ ഒതുങ്ങിക്കൂടിയിരുന്നു. എന്റെ പുറകിൽ നിന്ന് ഞാൻ എഴുതുന്നത് എത്തി നോക്കി എന്നെ തൊട്ടില്ലെന്ന മട്ടിൽ നിന്നു ടീച്ചർ. ടീച്ചറിന്റെ ആ വിയർപ്പിന്റെ ഗന്ധം എന്നെ വല്ലാതെ മത്തു പിടിപ്പിച്ചു. കുറച്ചുനേരം ടീച്ചർ അവിടെ നിന്നിട്ട് തിരിഞ്ഞു നടന്നു. ബെഞ്ചിന്റെ അപ്പുറത്തെ സൈഡിൽ ചെന്ന് നിന്ന് എന്നെ ഒന്ന് നോക്കി. ഞാൻ ഒന്നും അറിയാത്തതുപോലെ അങ്ങനെ തന്നെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ടീച്ചർ എല്ലാവരുടെയും പേപ്പർ വാങ്ങിപ്പോയി. നെക്സ്റ്റ് പീരീഡിൽ ഞാൻ ക്ലാസ്സിലിരുന്നപ്പോൾ പിയൂൺ വന്ന് എന്നെ റീസെറ്റ് ടീച്ചർ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആകെ പേടിച്ചു. പതുക്കെ ഞാൻ ടീച്ചേഴ്സ് റൂമിലേക്ക് ചെന്നു. ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ബാക്കിയുള്ള ടീച്ചർമാർ എല്ലാം ക്ലാസ്സിൽ പോയിരിക്കുകയായിരുന്നു. എന്തുവാടാ നീ ഈ പേപ്പറിൽ എഴുതി വെച്ചേക്കുന്നത്? ഇനിയും നീ 10ൽ നിന്ന് കരകയറാൻ ഉദ്ദേശമില്ലേ? ടീച്ചർ ദേഷ്യത്തിൽ എന്നോട് ചോദിച്ചു. ഞാൻ ഒന്നും മിണ്ടാതെ തലകുനിച്ചു നിന്നു. എന്താടാ നീ തലകുനിച്ചു നിൽക്കുന്നത്? ടീച്ചർ ദേഷ്യത്തോടെ ചോദിച്ചു. ഞാൻ തല ഉയർത്തി. ടീച്ചർ, ഈ കണക്കെന്ന് പറയുന്ന വിഷയം എനിക്ക് പെട്ടെന്ന് തലയിൽ കയറത്തില്ല. ഞാൻ പതിയെ പറഞ്ഞു. ആദ്യം നീ വേണ്ടാത്ത വിചാരവും ആവശ്യമില്ലാത്തടത്തോട്ടുള്ള നോട്ടവും നിന്റെ തലയിൽ നിന്ന് എടുത്തു കളാ. എങ്കിലേ എന്തെങ്കിലും പഠിപ്പിക്കുന്നത് നിന്റെ തലയിൽ കയറത്തുള്ളു. പറഞ്ഞത് മനസ്സിലായോ? ടീച്ചർ ദേഷ്യത്തോടെ പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടടാ? എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഒരു അനിയത്തിയും, ഞാൻ പറഞ്ഞു. അങ്ങനെ ടീച്ചർ വീട്ടിലെ ഓരോ കാര്യങ്ങളെല്ലാം ചോദിച്ചു. ഞാൻ അതിന് വളരെ ബഹുമാനത്തോടെ മറുപടി പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കൂടുതൽ എടുത്തു. ടീച്ചറിന്റെ ഹസ്ബൻഡ് ഗൾഫിലാണ്. കുറച്ചു കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ മനസ്സിന്റെ ഒരു ഭാരം കുറഞ്ഞതുപോലെ ഒരു തോന്നൽ. അങ്ങനെ 1-2 മാസം കഴിഞ്ഞു. ഇതിനിടയിൽ ഞാനും ടീച്ചറും തമ്മിൽ കൂടുതൽ എടുത്തു. ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം നല്ല മഴ. എന്റെ കയ്യിലാണെങ്കിൽ കുടയുണ്ട്. എങ്കിലും മഴയുടെ ശക്തി കുറച്ചു കുറയട്ടെ എന്ന് കരുതി ഞാൻ അവിടെ തന്നെ നിന്നു. ഇതിനിടയിൽ കുട്ടികളെല്ലാം മഴയൊക്കെ നനഞ്ഞും കൊണ്ട് ഓടിക്കളഞ്ഞു. ഇനി ഇവിടെ നിന്നാൽ മഴ തോരത്തൊന്നുമില്ല. ഞാൻ കുട നിവർത്ത് പോകാനായിട്ട് ഇറങ്ങി. അപ്പോഴാണ് പുറകിൽ നിന്ന് എന്നെ ഒരു വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. റീസെറ്റ് ടീച്ചർ. ടീച്ചർ ഓടി വന്ന് എന്റെ കുടയിലേക്ക് കയറി. എടാ, ഞാനും കൂടി വരുന്നു. ഞാൻ കുടയെടുക്കാൻ മറന്നുപോയി.
എനിക്ക് പോകേണ്ട വഴി തന്നെയാണ് ടീച്ചറിന്റെ വീട്. നീ എന്നെ വീട്ടിലോട്ടാക്കിയര കേട്ടോ, ടീച്ചർ പറഞ്ഞു. അങ്ങനെ ഞാനും ടീച്ചറും ഒരു കുടയുടെ കീഴിൽ മുന്നോട്ട് നടന്നു. ഞാൻ ടീച്ചറിന്റെ കൈകളിൽ തട്ടി ഉരുമി നടന്നു. ആ കൈകൾക്ക് നല്ല മാർദ്ദവം ഉണ്ടായിരുന്നു. അതെന്നിൽ എന്തോ ഒരു കുളിര് പോലെ എനിക്ക് തോന്നി. നീ എന്താടാ പഠിക്കാൻ ഇത്ര മണ്ടനായി പോയത്? ടീച്ചറിന്റെ ചോദ്യം കേട്ട് ഞാനൊന്ന് പരിങ്ങി. ഞാനൊന്നും മിണ്ടിയില്ല. വീട്ടിൽ അച്ഛനും അമ്മയും ഇല്ലേ? അവർ എന്തെങ്കിലുമൊക്കെ നിനക്ക് പറഞ്ഞു തന്നാലെന്താ? അത് ടീച്ചർ അവർക്ക് പറയത്തക്ക പഠിപ്പൊന്നുമില്ല, ഞാൻ പറഞ്ഞു. ആ, ഞാൻ നാളെ നിന്റെ വീട്ടിലോട്ടൊന്ന് വരുന്നുണ്ട്. അയ്യോ, എന്തിനാ ടീച്ചർ? ഞാൻ പേടിയോടെ ചോദിച്ചു. അല്ല, കല്യാണപ്രായമായി നിനക്ക് ഇപ്രാവശ്യമെങ്കിലും 10ാം ക്ലാസ് പാസ്സാകണ്ടായോ? നിന്റെ അമ്മയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. അയ്യോ വേണ്ട ടീച്ചർ, ഞാൻ പേടിയോടെ പറഞ്ഞു. അത് കേട്ട് ടീച്ചർ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പേടിക്കണ്ടടാ, ഞാൻ വെറുതെ വരുന്നേ ഉള്ളൂ. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് ടീച്ചറിന്റെ വീടെത്തി. ടീച്ചർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ബാടാ, മഴ നനഞ്ഞ് തണുത്തിരിക്കുവല്ലയോ, ചായ കുടിച്ചേച്ചു വാ. ഓ വേണ്ട ടീച്ചറെ, ഞാൻ പോവുക. നീ ബാടാ, ടീച്ചർ നിർബന്ധിച്ചു. ഞാൻ ടീച്ചറിന്റെ കൂടെ അകത്തേക്ക് കയറി. ഹാളിലെ സെറ്റ് ചൂണ്ടിക്കാണിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു ടീച്ചർ. അപ്പോഴാണ് ടീച്ചറിന്റെ വീട്ടിലെ വേലക്കാരി അങ്ങോട്ടേക്ക് വന്നത്. കണ്ടു കഴിഞ്ഞാൽ ഒരു 10-55 വയസ്സ് പ്രായം കാണും. ഒരു നൈറ്റിയാണ് വേഷം. അവരുടെ ആ എന്തിനും പോന്ന മുന്നഴക് കണ്ട് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കി. പെട്ടെന്ന് ടീച്ചർ പറഞ്ഞു, ചേച്ചി ചായ എടുക്ക്. അവൻ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടിയാ. എന്നെ കുട്ടിയെന്ന് പറഞ്ഞപ്പോൾ അവർ അത്ഭുതത്തോടെ എന്നെ ഒന്ന് നോക്കി. ഞാൻ ആകെ ചമ്മി. ടീച്ചർ അത് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോയി. വേലക്കാരി അടുക്കളയിൽ പോയി എനിക്കും ടീച്ചർക്കും ചായ കൊണ്ടുവന്നു. വേലക്കാരി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോന് കഴിക്കാൻ കിണ്ണത്തപ്പം എടുക്കട്ടെ, ഞാൻ ഉണ്ടാക്കിയതാണ്. ഞാൻ തലകുലുക്കി. ടീച്ചറും വന്ന് എന്റെ കൂടെ സെറ്റിയിൽ ഇരിപ്പുറപ്പിച്ചു. വേലക്കാരി ഒരു പ്ലേറ്റിൽ കിണ്ണത്തപ്പവും കൊണ്ടുവച്ചു. ഞാനും ടീച്ചറും കൂടി അവിടെ ഇരുന്ന് അത് കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാൻ വാഷ് ബേസിൽ ചെന്ന് കൈ കഴുകി നോക്കിയപ്പോൾ വേലക്കാരി അടുക്കള വാതിൽക്കൽ എന്നെയും നോക്കി നിൽക്കുന്നു. ഞാൻ നോക്കിയപ്പോൾ അവർ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ടീച്ചറോട് യാത്രയും പറഞ്ഞിറങ്ങി. പിറ്റേ ദിവസം ടീച്ചർ വീട്ടിലേക്ക് വന്നു. ടീച്ചറിന്റെ ആ വേഷം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഒരു ജീൻസും ടീഷർട്ടും. ഞാൻ ആദ്യമായാണ് ടീച്ചറിനെ ആ വേഷത്തിൽ കാണുന്നത്. ഗേറ്റ് കടന്നു വരുന്ന ടീച്ചറെ ഞാൻ ഇമ വെട്ടാതെ നോക്കി നിന്നു. എന്തുവാടാ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? അല്ല, ടീച്ചറെ ഞാൻ ആദ്യമായിട്ടാണ് ഈ വേഷത്തിൽ കാണുന്നത്, അതുകൊണ്ട് നോക്കിയതാ, ഞാൻ പറഞ്ഞു. ട്യൂട്ടോറിയൽ വരുമ്പോൾ ഇതൊക്കെ ഇട്ടുകൊണ്ട് വന്നൂടായോ ടീച്ചറെ? ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. പോടാ അവിടുന്ന്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വരുമ്പോഴാണോ ഇങ്ങനത്തെ ഡ്രസ് ഇടുന്നത്? നീ ആള് കൊള്ളാമല്ലോടാ, ടീച്ചർ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊരു സത്യം പറയട്ടെ ടീച്ചറെ, ഞാൻ ചോദിച്ചു. എന്തുവാടാ? അപ്പോൾ നീ ഇത്രയും നാൾ എന്നോട് കള്ളമായിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല ടീച്ചറെ, ടീച്ചറിനെ ഈ ഡ്രസ്സിൽ കാണാൻ നല്ല ഒന്നാന്തരം ഭംഗിയുണ്ട്. ഇപ്പോൾ ഒരു 5 വയസ്സ് ടീച്ചർക്ക് കുറഞ്ഞതുപോലെ. അപ്പോൾ ടീച്ചറിന്റെ മുഖത്ത് ഒരു സന്തോഷ പുഞ്ചിരി വിടർന്നു. ഞാൻ പറഞ്ഞത് ടീച്ചറിനങ്ങ് സൂചിച്ചെന്ന് എനിക്ക് മനസ്സിലായി. ടീച്ചർ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറി. അമ്മയും ടീച്ചറും ഓരോന്ന് സംസാരിച്ചിരുന്നു. ആ കൂട്ടത്തിൽ എന്റെ കാര്യവും ചെറുതായി എടുത്തിട്ട് എന്നെയും കുറെ ഉപദേശിച്ചു. ആ പിന്നെ കിരണിന്റെ അമ്മേ, ഞാൻ വന്നതേ, ഇവൻ കണക്കിൽ അല്പം പുറകോട്ടാ. അതുകൊണ്ട് വൈകിട്ട് അവനെ വീട്ടിലേക്ക് പറഞ്ഞു വിടണം. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവന് ഞാൻ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. ഇത് പറയാനാ ഞാൻ അത്യാവശ്യമായിട്ട് വന്നത്. അമ്മയൊന്നും മിണ്ടിയില്ല. എനിക്കിത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷവും. പിറ്റേന്ന് വൈകിട്ട് ട്യൂട്ടോറിയലിൽ നിന്ന് ഞാനും ടീച്ചറും കൂടിയാണ് വന്നത്. ഇന്നു മുതൽ ഇനി ടീച്ചറിന്റെ വീട്ടിലെ ട്യൂഷനും കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ പറ്റൂ. ടീച്ചറിന്റെ വീട്ടിലേക്ക് കയറിയപ്പോൾ ചെരുപ്പിന്റെ കെട്ടഴിക്കാൻ വേണ്ടി ടീച്ചർ കുനിഞ്ഞു. വിരിഞ്ഞു നിൽക്കുന്ന ആ പിന്നഴക് കണ്ട് എന്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നിപ്പോയി. പെട്ടെന്ന് ടീച്ചർ തലപൊക്കി നോക്കി. ഞാൻ വേഗം തന്നെ അവിടുന്ന് നോട്ടം മാറ്റി. ബാടാ, ബാ കയറി വേടാ, ഞാൻ ഡ്രസ്സും അറിയിച്ചു വരാം. ടീച്ചർ അകത്ത മുറിയിലേക്ക് നടന്നു. അപ്പോഴും എന്റെ നോട്ടം ടീച്ചറിന്റെ ആ പിന്നഴകിലേക്കായിരുന്നു. ഞാനൊരു ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് സെറ്റിയിലേക്കിരുന്നു.